ബ്രഹ്മയുഗ സിനിമ നടക്കുന്നതിന്റെ പകുതി ഭാഗത്തെത്തുന്ന സമയത്ത് ഒരു ഗംഭീരമാണ് ക്യാമിയോന്റെ എൻട്രി സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് തിയേറ്ററിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു ചലനം എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൂട്ടരെ, ഇനിയാണ് കളി. മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന മമ്മൂട്ടി ആൻഡ് മോഹൻലാലിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്കാലത്തും ഭയങ്കരമായിട്ട് നമ്മൾ ആശ്ചര്യത്തോട് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. 2020 എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് തന്നെ അദ്ദേഹത്തിന്റെ എൻട്രി വരുന്ന സമയത്ത്, മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി കോമ്പിനേഷൻ വരുന്ന സമയത്ത് അതൊരു തീപ്പന്ത സാധനം തന്നെയാണ്, വേറെ ലെവൽ സാധനമാണ്. നരസിംഹ സിനിമയ്ക്കകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയുടെ ഒരു ക്യാമിയോ വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഉള്ളതുണ്ടെങ്കിലും ഉള്ളത് സ്വർണം പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു ക്യാമിയോ തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു ഹൊറർ പടമായിട്ടുള്ള ബ്രഹ്മയുഗത്തിനകത്ത് ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ക്യാമിയോ ഉണ്ടായാൽ വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യെസ് ഗൈസ്, ഹൊറർ പടമായിട്ടുള്ള ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ കഥാപാത്രമാണ് വരാനായിട്ട് പോകുന്നത്. അറിയാലോ, മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ആവാനായിട്ട് ഇനി കുറച്ച് സമയം കൂടിയാണ് ബാക്കിയുള്ളൂ. ഈ സിനിമയുടെ ട്രെയിലറിന്റെ അനൗൺസ്മെന്റ് ഭാഗമായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമസ്കാരം. നമ്മുടെ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ പടം ഈ ഫെബ്രുവരി 15 റിലീസാകുകയാണ്. ശനിയാഴ്ച 10 അബുദാബി അൽവാദ മാളി വെച്ച് ഞങ്ങൾ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും വരണം. അപ്പോൾ അവിടെ വെച്ച് കാണാം. ശനിയാഴ്ച 10 അൽവാദ മാൾ അബുദാബി. എന്താണ് ഈ ട്രെയിലറിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നൊരു കാര്യം ചിന്തിപ്പിച്ചേക്കുന്ന ഒരു സംഭവം തന്നെയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബ്രഹ്മയുഗം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് 5 ഭാഷകൾ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയാണ്. 5 ഭാഷകളാണ് സിനിമയുടെ ട്രെയിലർ വരാനായിട്ട് പോകുന്നതും. ബ്രഹ്മയുഗം എന്ന് പറയുന്ന പേര് ഉദ്ദേശിക്കുന്നത് ദി ഏജ് ഓഫ് മാഡ്നസ് എന്നാണ്. അതായത് പ്രാചീന കേരളത്തിൽ ഒരുപാട് മന്ത്രതന്ത്രങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണ് ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന മമ്മൂക്കയുടെ കഥാപാത്രം എന്തായാലും ഒരു മന്ത്രവാദി ആയിരിക്കും എന്നുള്ളൊരു കാര്യം പണ്ട് മുതൽക്ക് തന്നെയുള്ള സ്പെക്കുലേഷൻ ആണ്. പക്ഷേ ഇതിനെക്കുറിച്ച് വന്നേക്കുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാണുന്ന സമയത്തും ഒരു സ്പെക്കുലേഷൻ കൂടി കാണുന്ന സമയത്താണ് ഈ പടം ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നൽ വന്നത്. കാരണം ഒരു ക്യാമിയോ അപ്പിയറൻസ് ഒക്കെ വന്നേക്കാം എന്ന് തോന്നിപ്പിച്ചേക്കുന്ന ഒരു സംഭവം തന്നെയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് കേട്ടേക്കുന്ന സ്പെക്കുലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ലാലേട്ടനെയും ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മമ്മൂക്ക ചെയ്യാൻ പോകുന്ന ബ്രഹ്മയുഗത്തിലെ കഥാപാത്രത്തിന്റെ പേരെന്ന് പറയുന്നത് കുഞ്ചമൻ പോറ്റി എന്നാണ് ഇപ്പോൾ വന്നേക്കുന്ന ഒരു സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ട്രെയിലർ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ ഇദ്ദേഹം ചെയ്യാൻ പോകുന്ന കഥാപാത്രത്തിന്റെ പേരെന്ന് പറയുന്നത് കുഞ്ചമൻ പോറ്റി എന്നാണ്. ഈ ഒരു പേര് ഞാൻ എവിടെയോ കേട്ട് മറന്നിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കി പോകുന്ന സമയത്താണ് പണ്ട് ഞാൻ ചെയ്തേക്കുന്ന കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന ജയസൂര്യയുടെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പടം, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം അത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചെയ്തേക്കുന്ന ഒരു വലിയ ക്യാൻവാസ് ചെയ്തേക്കുന്ന ഒരു ക്വാളിറ്റി സ്റ്റഫ് തന്നെയാണ് കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്നത്. ആ സിനിമയുടെ ഗ്ലിംസ് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പോയതിന്റെ പേര് തന്നെയാണ് ഈ കുഞ്ചമൻ പോറ്റി എന്ന് പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത്. കുഞ്ചമൻ പോറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മന്ത്രവാദിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ മന്ത്രതന്ത്രങ്ങൾ മാത്രമല്ല, ചാത്തൻ സേവ പോലെ ഒരുപാട് ദുർമന്ത്രവാദങ്ങളും മറ്റൊക്കെ നടത്തുന്ന ഒരാളാണെന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനായിട്ട് പറ്റും. ചാത്തൻ സേവ പോലെ ചെയ്യുന്ന ഒരാളെന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് കത്തനാറുമായിട്ട് കണക്ട് വരാമെന്നുള്ളൊരു കാര്യം എല്ലാവരും സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. ഈ കത്തനാർ എന്ന് പറയുന്നത് ഒരു പ്രീസ്റ്റ് ആണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ കുറിച്ച് ആക്ച്വലി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം മല അരയന്മാരുടെ കൂടെ നിന്നിട്ടാണ് ഈ മന്ത്രങ്ങളെല്ലാം പഠിച്ചെടുത്തിയെന്നുള്ളൊരു കാര്യമാണ്. അതായത് മല അരയന്മാരെന്ന് പറയുന്നത് നല്ല ആൾക്കാരല്ല, അവർ എന്താ പറയുക, പ്രാചീന മനുഷ്യരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ കയ്യിൽ ഒരുപാട് മന്ത്രതന്ത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ആക്ച്വലി കുറച്ച് വൈൽഡായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നാണ് ഇദ്ദേഹം ഈ മന്ത്രതന്ത്രങ്ങൾ പഠിച്ചെന്നുള്ളൊരു കാര്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേ കാലഘട്ടത്തിൽ അതേ സമയത്ത് ആക്ച്വലി ഒരു കണ്ടുമുട്ടിയിട്ടുണ്ടെന്നൊരു കാര്യമാണ് പറയപ്പെടുന്നത്. കുഞ്ചമൻ പോറ്റിയും കടമറ്റത്ത് കത്തനാറും പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ട്, ഇവർ മത്സരിച്ചിട്ടുണ്ട്, ഇവർ ഫൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യമായിരുന്നു, മറ്റ് ക്യാരക്ടേഴ്സിനെ കൂടി കൊണ്ടുവന്നുകൊണ്ട്, അതായത് കത്തനാർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ കൂടി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകുന്ന കാര്യം ഞാൻ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ അത് സ്വപ്നങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് മറ്റൊരു സൂപ്പർ സ്റ്റാറിൻ്റെ വലിയൊരു കഥാപാത്രം കൂടി സിനിമയ്ക്കകത്ത് ക്യാമിയോ ആയിട്ട് കൊണ്ടുവരാനുള്ള സ്പേസ് ഉണ്ടെന്നൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. കുഞ്ചമൻ പോറ്റി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു കത്തനാർ എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു കഥാപാത്രമായിരുന്നു സാക്ഷാൽ ഒടിയൻ എന്ന് പറയുന്നത്. ഒടിയൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലാലേട്ടൻ്റെ ഒടിയൻ. കൂട്ടരെ, ഇനിയാണ് കളി. ഒടിയന്മാരെ കുറിച്ച് പണ്ട് ഒരുപാട് കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓൾറെഡി സിനിമയ്ക്കകത്ത് സിനിമ കണ്ടേക്കുന്ന ആൾക്കാർക്കും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ആ സിനിമ ഇഷ്ടപ്പെട്ടേക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. പക്ഷെ പണ്ട് ഒടിയൻ്റെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ. ഒടിയൻ ഒടി വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ഈ കുഞ്ചമൻ പോറ്റി എന്നാണ് പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കുഞ്ചമൻ പോറ്റിയുടെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ജയസൂര്യയുടെ കത്തനാറിനെ കൊണ്ടുവരാൻ പറ്റും. ഒപ്പം തന്നെ ഒടിയനെയും കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. എനിവേസ്, ഇതേ ചെയ്യാൻ പോകുന്ന ഒരു കഥാപാത്രം ഒരു ദുർമന്ത്രവാദിയായിട്ടുള്ള കഥാപാത്രമാണ്. ഈ സിനിമയെ കുറിച്ച് വന്നിരിക്കുന്ന ഒരു സ്പെക്കുലേഷൻ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന അർജുൻ അശോകന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ആക്ച്വലി ആസിഫ് അലി ചെയ്യാൻ നടന്നൊരു കഥാപാത്രമായിരുന്നു.
അദ്ദേഹം ആക്ച്വലി ഒരു പാട്ടുകാരനാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പാട്ടുകാരനായിരുന്നു. പണ്ട് കാലത്ത് ഈ ജാതിയുടെയും വർഗീയതയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇന്നത്തെ പോലെ കാസ്റ്റിന്റെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു, ഇതിനേക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ടെന്ന് പറയുന്നത്. അന്ന് താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ ഈ ചന്തയിലെ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കാശ് മേടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്നൊരു കഥാപാത്രമാണ്, പാട്ടുകാരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ അർജുൻ അശോകന്റെ കഥാപാത്രം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇദ്ദേഹം അബദ്ധവശാൽ ചെന്ന് പെടുന്നത് ഈ ഒരു മനയുടെ അകത്താണ്. ഈ മന എന്ന് പറയുന്നത് കുഞ്ചമൻ പോറ്റിയുടെ സ്വന്തം മനയാണ്. ഇദ്ദേഹമാണ് ആ ഒരു മനയുടെ കാർന്നവരായിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത്. സോ അവിടെ ചെന്ന് പെടുന്ന സമയത്ത് അവർ തമ്മിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കാൻ പോകുന്നത്. ടോട്ടൽ 50 മിനിറ്റിൻ്റെ ഡ്യൂറേഷനാണ് ഈ മമ്മൂക്കയുടെ കഥാപാത്രത്തിൻ്റെ ഒരു ഡ്യൂറേഷൻ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാകുന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ദുർമന്ത്രവാദത്തിനെ മറ്റ് കാണിക്കുന്ന ഒരു മാഡ്നസിനെ കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ബ്രഹ്മയുഗം എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. എന്തിനാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് ഈ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഈ ഒരു പേജിനകത്ത്, ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇത് നാളെ വരാൻ പോകുന്ന ട്രെയിലറിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി 5 ഭാഷകളിലാണ് ഈ ഒരു ട്രെയിലർ വരാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ ഗ്ലിംസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. എനിവേസ് ഇനി ട്രെയിലർ വന്നതിന് ശേഷം മാത്രം എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം പറയാം. ഈ ഒരു വരവിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം രണ്ടും കൽപ്പിച്ചുള്ളൊരു വരവാന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. ആൻഡ് കുറച്ചധികം ക്ലിപ്സുകൾ, കുറച്ച് സ്റ്റില്ലുകൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആക്ച്വലി കാണാൻ പറ്റിയായിരുന്നു. നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ നോക്കുന്ന സമയത്ത് മമ്മൂക്ക ഇവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് തന്നെ കുറച്ച് പ്രായം കുറഞ്ഞേക്കുന്ന കഥാപാത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന മമ്മൂക്കയുടെ കഥാപാത്രത്തിനേക്കാളും കുറച്ചും കൂടി പ്രായം കുറഞ്ഞേക്കുന്ന കഥാപാത്രമായിട്ടാണ് നമുക്ക് ഇദ്ദേഹത്തിനെ ഇവിടെ കാണാൻ വരുന്നത്. ആൻഡ് അതിനുശേഷമുള്ള അടുത്തൊരു സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു കാർന്നവരായിട്ട്, ഈ ഒരു മനയുടെ കാർന്നവരായിട്ട് ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ആൻഡ് ഇദ്ദേഹം ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ലുക്ക് നോക്കുന്ന സമയത്ത് നേരത്തെ കണ്ട ഇമേജിനേക്കാളും കുറച്ചും കൂടി പ്രായം കൂടിയേക്കുന്ന ഒരു ഇമേജ് ആയിട്ടാണ് നമുക്ക് ഇദ്ദേഹത്തിന് ഇവിടെ കാണാൻ വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാൻ വരുന്നുണ്ട്, പഴയ കാലഘട്ടത്തിലും പുതിയ കാലഘട്ടത്തിലും ഇദ്ദേഹം അവിടെ തന്നെയുണ്ട്. അതായത് മമ്മൂട്ടിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ പണ്ടത്തെ സിനിമയിൽ മമ്മൂട്ടി ഉണ്ട്, ഇന്നത്തെ സിനിമയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന പോലെ തന്നെ ഈ മനയുടെ കാർന്നവരായിട്ട് വർഷങ്ങളോളം ഇരിക്കുന്ന ഒരു കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. സോ ആ ഒരു സ്റ്റില്ല് കൂടി നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ആൻഡ് അടുത്തൊരു സ്റ്റില്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മനയിലൂടെ ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ നോക്കുന്ന ഒരു സീൻ തന്നെയാണ് നമുക്ക് കാണാൻ വരുന്നത്. പിന്നീട് സ്റ്റിൽ കൂടി വന്നിട്ടുണ്ട്, ഇദ്ദേഹം കുറച്ച് കെയർഫുൾ ആയിട്ട് എന്തോ കാര്യത്തിന് ഇങ്ങനെ വളരെയധികം സൂക്ഷിച്ച് ആലോചിക്കുന്ന പോലത്തെ ഒരു സീൻ നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. എനിവേസ് ഈ സിനിമ 14-ാം തീയതി, അതായത് ഫെബ്രുവരി 14-ാം തീയതി ഇറങ്ങാനായിട്ട് പോവാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ഫുൾ ലെങ്ത് ഹൊറർ പടം ആയിരിക്കും എന്നൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫുൾ ലെങ്ത് ഹൊറർ പടമായിട്ട് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നില്ല. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരാൻ പോകുന്ന, ഒരു മോണോക്രോമി വരാൻ പോകുന്ന പഴയ കാലഘട്ടത്തിന് എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയായിരിക്കും. കംപ്ലീറ്റ് ഹൊറർ പടം ആയിരിക്കില്ല. പക്ഷേ ഇന്ന് നമുക്കറിയാം ഒരുപാട് സിനിമകൾ ഒഫീഷ്യലി അതൊരു ഹൊറർ പടമാണെന്നൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേതം ഉണ്ടാവില്ല, ഭൂതം ഉണ്ടാവില്ല, പണ്ടത്തെ പോലെ സിനിമകൾ കാണിക്കുന്ന പോലെ മറ്റേ വെള്ളസാരി എടുത്ത് പ്രേതം പോകുന്ന അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പക്ഷേ നിൽക്കുന്ന സീനിൽ തന്നെ, കാണിക്കുന്ന സീനകത്ത് തന്നെ ഒരു ഹൊറർ എഫക്റ്റ് വരാനായിട്ട് പല സിനിമകൾക്ക് സാധിക്കാറുണ്ട്. ആ രീതിക്ക് നമ്മൾ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിനിമ എന്നൊരു കാര്യം തന്നെയാണ് എനിക്ക് ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് ഹൊറർ പടം ആയിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഒരു ഹൊറർ മൂഡ് തരാൻ പറ്റുന്ന തരത്തിലുള്ളൊരു എൻഗേജ്മെൻ്റ് ആയിരിക്കും ഈ സിനിമയ്ക്ക് ഉടനീളം ഉണ്ടാകുന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. എന്തിനാണെങ്കിൽ ഈ മാസം 14-ാം തീയതി ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഇറങ്ങാനായിട്ട് പോവാണ്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മമ്മൂട്ടി പണ്ടൊരു ഇൻ്റർവ്യൂക്കകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ, ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക് എന്ന് പറയുന്ന പോലെ, ഇദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വെറൈറ്റികൾ പലപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. ആ രീതിക്ക് ഈ കൊല്ലം അദ്ദേഹം തൂക്കിയടിക്കുക എന്നുള്ളൊരു കാര്യം, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേര് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വിവരിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മയുഗത്തിൻ്റെ ട്രെയിലർ വരാനായിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ട്രെയിലർ റിയാക്ട് ചെയ്തതിന് ശേഷം അതിനുള്ള ഹിഡൻ ഡീറ്റെയിൽസ് മറ്റൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ് ഓൺ ആൾ സ്മാഷ് സൈനിങ് ഔട്ട്.